ആ മരണം നടന്ന ആ മരിച്ച വ്യക്തി അറുകൊലയായി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വെച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്, അത് ആത്മഹത്യയാണ്. ആ ആത്മഹത്യ അറുകൊലയായ ആൾ അവിടെ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി സെൻസ് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിസിക്കൽ ബോഡി ഇല്ലാത്ത ആൾക്കാർ എന്തിന് കിട്ടാണ്, അവർക്ക് എന്തെങ്കിലും അവിടെ കിട്ടണം. ഈ അറുകൊല എന്ന് പറഞ്ഞാൽ സാത്വികമായി ഇപ്പോൾ പൂജ ഇതൊന്നും കാണുകയില്ല. പക്ഷേ അങ്ങനെയുള്ളവരുടെ കൂടെ അസിസ്റ്റ് ചെയ്യും ഇവർ. സ്വയം കത്തി വെച്ചിട്ട് കഴുത്തറുത്ത് പോകും. ചിലർ തുളസിക്കതിരിട്ട് ടെസ്റ്റ് ചെയ്യും. അറുവല അല്ലെങ്കിൽ വരുത്തുപോക്ക്. അറുവല വരുത്തുപോക്ക് ഇത് പറയുമ്പോൾ ഞാനൊന്ന് പറയാം. കായംകുളത്തുനിന്നൊരു ടീം എന്നെ വിളിച്ചു. അവരുടെ ഒരു വിവാഹ കാര്യത്തിന് വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവരുടെ എനർജി നോക്കാനായിട്ട് എന്തോ കടലെടുത്ത് വെക്കാൻ എന്തോ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. ആ മരണം നടന്ന ആ മരിച്ച വ്യക്തി അറുകൊലയായി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വെച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്, അത് ആത്മഹത്യയാണ്. ആ ആത്മഹത്യ അറുകൊലയായ ആൾ. ആത്മഹത്യയാണോ അറുകൊല? ആത്മഹത്യയല്ല, ഈ ഇൻസിഡന്റ് ഞാൻ പറയുകയാണ്. ഇത് അദ്ദേഹം അറുകൊലയായെന്ന് പറഞ്ഞു. ഇതൊരു 2.5 വർഷത്തിന് മുമ്പാണ് ഇത് സംഭവം. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചത് അത് നടന്ന കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ സ്ഥലം ഇവർ വാങ്ങിച്ചതാണ് കായംകുളത്ത്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോയപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്തോ സ്ഥലപ്രശ്നം വന്നിട്ട് സ്വയം കത്തി വെച്ചിട്ട് സ്വയം കഴുത്തറുത്ത് മനസ്സിലായി. അദ്ദേഹം മരിച്ചു. ആ സോള് ആ ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു എനർജി. ആ ശരീരം പോയി, ആ എനർജി ഉണ്ടല്ലോ, അതിനെ പ്രതിവിധി ചെയ്യണം. മനസ്സിലായി. അത് അറുകൊലയായിട്ട് കാണിക്കുന്നു. ഈ അറുകൊല എന്ന് പറഞ്ഞാൽ സാത്വികമായി ഇപ്പോൾ പൂജ ഇതൊന്നും കാണുകയില്ല. പക്ഷേ അങ്ങനെയുള്ളവരുടെ കൂടെ അസിസ്റ്റ് ചെയ്യും ഇവർ. അങ്ങനെയുള്ളവരുടെ കൂടെ കാണും അസിസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്കൊരു ദേവചൈതന്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ അവരൊരു പരികർമ്മികളൊക്കെ ആയിരിക്കും. അവിടുത്തെ ഒരു കർമ്മി ആ ദേവതയുടെ ഇത് ചെയ്യുന്ന ആൾ രക്ഷസാകും. ചിലപ്പോൾ അതിനെ ആവാഹിച്ച് വെച്ച ആൾ ബ്രഹ്മരക്ഷസാകും. അതിൻ്റെ കൂട്ടത്തിലുള്ളവർ അറുകുലയാവും. അങ്ങനെയാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നുള്ള അറിവ്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എനർജി കാണുന്നു. അത് നോക്കിയപ്പോൾ അറുകൊലയുടെ എനർജി. അറുകൊല എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ, ഈ കൊലപാതകം ചെയ്ത? ആത്മഹത്യയല്ല, സ്വാഭാവിക മരണത്തിൽപ്പെട്ടതും അറുകൊലയാകാം. സ്വാഭാവിക മരണത്തിൽപ്പെട്ട ആളും അറുകൊലയാകാം. അത് എന്തുകൊണ്ടായിരിക്കാം ആകുന്നത്? അവർക്ക് സ്പിരിച്വൽ എനർജി കൂടുതലാണ്. ആ സ്പിരിച്വൽ എനർജി കൂടുതലാകുമ്പോൾ അവർ ഇപ്പോൾ സാധാരണ ഒരാൾ ജനിച്ച് മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കളുണ്ട് പലയിടത്തും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നിടത്തൊക്കെ ആത്മാക്കളുണ്ട്. പക്ഷേ അവരിൽ പ്രത്യേകം അറിയിക്കാൻ പറ്റും. പ്രത്യേകം അറിയുന്ന രീതിയിൽ അവരിൽ ചില സ്പിരിച്വൽ പവർ വരും. അങ്ങനെയുള്ളതാണ് അറുകൊല. അപ്പോൾ അവർക്ക് ദേവതാ സ്ഥാനങ്ങളിലൊക്കെയാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടണം. അതിൻ്റെ ഈ അറുകൊലയ്ക്ക് കൂടുതലും കള്ളും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ കുടിക്കുക. അവർക്ക് ഫിസിക്കൽ ബോഡി ഇല്ല. ഫിസിക്കൽ ബോഡി ഉള്ളപ്പോഴല്ലേ ഒന്ന് വീശിയിട്ട് ഒന്ന് കിക്കാകേണ്ടത്. ഫിസിക്കൽ ബോഡി ഇല്ലാത്ത ആൾക്കാർ എന്തിന് കിക്കാകണം? അവർക്ക് എന്തെങ്കിലും അവിടെ കിട്ടണം. അതിന് കള്ളൊക്കെ വെക്കണത് ഇപ്പം ഞാൻ വെക്കുകയാണെങ്കിൽ ഞാൻ കള്ള് വയ്ക്കില്ല. കാര്യം ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ വല്ല കുങ്കുമപ്പ് ഇട്ട് പാല് വയ്ക്കും. സ്വീകരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന പോലെ ഏത്തപ്പഴം വയ്ക്കും, അല്ലെങ്കിൽ അടയൊക്കെ ഞാൻ വയ്ക്കും. അവർ സ്വീകരിക്കും. അവർക്ക് നമ്മളീ കാണിക്കുന്നത് അവർക്ക് ടേസ്റ്റ് ബഡ്സ് ഇല്ല. അവർക്ക് അവരെ ആദരിച്ച് സമർപ്പിച്ചു. അതിൽ നിന്നുള്ള ഊർജ്ജം അവർ സ്വീകരിക്കും. അത് നോക്കണമെന്നുണ്ടെങ്കിൽ താങ്കളിപ്പോൾ കറുത്തവാവ് ദിവസം പക്ഷേ ഇത് പറയുമ്പോഴും ഇതിൽ വേറെ വ്യാഖ്യാനം വരും. താങ്കൾ പാൽപ്പായസം എന്തെങ്കിലും ഉണ്ടാക്കുക. പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അവിടെ മേശപ്പുറത്ത് വയ്ക്കുക, ഡൈനിങ് ടേബിളിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് പാൽപ്പായസം ഇതുപോലെ നെയ്തേ പാത്രത്തിലെടുത്ത് അതുപോലത്തെ ഗ്ലാസ്സിലെടുത്തിട്ട് നിങ്ങൾ ഇതിനെ സങ്കല്പിച്ച് എവിടെയെങ്കിലും പിതൃക്കളെയോ ദേവതകളെയോ സങ്കല്പിച്ച് നിങ്ങളുടെ പൂജാറൂമോ വിളക്കൊളുത്തുന്ന ഒരു പ്രത്യേക സ്ഥലം അവിടെ ഇത് വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഈ പാൽപ്പായസം എടുത്ത് കുടിക്കുക. ആദ്യം അവിടെ വെച്ചത് താങ്കൾ എടുത്ത് കുടിക്കുക. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചത് കുടിക്കുക. താങ്കൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഒരു വ്യാഖ്യാനം വരാം. ആദ്യം കുടിച്ചതിന് ഒരു ടേസ്റ്റ് ആയിരിക്കും, രണ്ടാമത് കുടിച്ചതിന് ആദ്യത്തെ ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ അടുത്തൊരാളോട് പറയുക ആദ്യം ഡൈനിങ് ടേബിളിൽ വെച്ചത് കുടിക്കുക, രണ്ടാമത് ഇതിൽ വെച്ചത് കുടിക്കാൻ പറയണം. ആ ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അതിൽ നിന്നൊരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയ വ്യത്യാസം വരും. അതിലെന്താണെന്ന് വെച്ചാൽ എന്താണോ അതിൻ്റെ വീര്യം കൂടും. പായസമാണെങ്കിൽ പായസത്തിൻ്റെ മധുരം കൂടും.
എന്താണോ അതിൽ അവരുടെ എനർജി വിടുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ സ്വാദ് കൂടും. അതാണ് പറയുന്നത്. അതാണ് ഈ ക്ഷേത്രങ്ങളിൽ നേദിച്ച് ചെയ്ത് തരുമ്പോൾ ആ പായസത്തിന് പ്രത്യേക ടേസ്റ്റൊക്കെ നമുക്ക് തോന്നുന്നതാണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ അത് കുറേ പേര് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ചിലർ തുളസിക്കതിരിട്ട് ടെസ്റ്റ് ചെയ്യും. എങ്ങനെ? ഇപ്പോൾ പായസം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കിയിട്ട് തുളസിക്കതിരിട്ട് പൂജാമുറിയിൽ തുളസിക്കതിരിട്ട് അല്ലാണ്ട് ഉള്ളത് ടേസ്റ്റ് നോക്കുമ്പോൾ ഈ തുളസിക്കതിരിട്ടതിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. കാര്യം അവിടെ ഒരു സങ്കല്പ ശക്തി വന്നു, നമ്മുടെ മനസ്സ് അവിടെ പ്രവർത്തിച്ച്. ഈ മനസ്സിലാണ് കംപ്ലീറ്റ് ശക്തി കിടക്കുന്നത്. ഈ മനസ്സിൻ്റെ തന്നെ ഈ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് ഈ മനസ്സ്, അതിൻ്റെ ഒരു ഭാഗമാണ് ബോധം. ആ മനസ്സിലാണ് ചിന്തകൾ വരുന്നത്. ചിന്തകൾ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. ഈ ശരീരത്തിലില്ലാത്തപ്പോൾ ചിന്തകളില്ല, ആത്മാക്കൾക്ക് ചിന്തകളില്ല, അവർക്കൊരു മനസ്സേ ഉള്ളൂ. ഇതൊരു വേറൊരു തലമാണ്. ഇപ്പോൾ ലനാമാമിൻ്റെ അടുത്ത് വെച്ച് ഇത് ഓരോരുത്തരുടെ ട്രോൾ ചെയ്യണ പോലെ ഇതും ചിലപ്പോൾ ആരെങ്കിലും ട്രോൾ ചെയ്യും. ട്രോളട്ടെ. പിന്നെ ഈ വരുത്തുപോക്കുണ്ടല്ലോ, ഈ വരുത്തുപോക്ക് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഈ കന്നുകാലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചിടും. ആ എനർജി അടിച്ചിടും, മനുഷ്യരെ അടിച്ചിടും. മിന്നൽ വന്നാൽ അടിച്ചിടുന്നില്ലേ? ഇപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണൽ ഈ വരുത്തുപോക്കും മരിച്ച ഒരാളായിരിക്കുമോ? എല്ലാവരും ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നതാണ്. ഇത് ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നത് മാത്രമേ വേറൊരു എനർജി സോഴ്സ് ആകുള്ളൂ. ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നത് മാത്രമേ വേറൊരു എനർജി സോഴ്സ് ആകുള്ളൂ. ഇതറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രോഗി സാറുണ്ടല്ലോ, രോഗി സാറിനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറയും. കുറേ നേരം ഒരു കസേരയിൽ ഒന്നിരിക്കാൻ പറയും. നമ്മുടെ ഇതിൻ്റെ നെടുന്തൂണായ രോഗി സാറിനെ ആ കസേരയിൽ ഇരുത്തിയിട്ട് 1 മണിക്കൂറോളം ആ കസേരയിൽ തന്നെ ഇരിക്കാൻ പറയും. എന്നിട്ടൊരു വേറൊരു വ്യക്തി, അത്രയും ഫിസിക്കൽ ഇതില്ലാത്തൊരു വ്യക്തിയോട് വേറൊരു കസേരയിൽ ഇരുന്നിട്ട് അതിലേക്കൊന്ന് ഇരിക്കാൻ പറയും. ഇദ്ദേഹം ഇരുന്ന ആ ഫിസിക്കൽ, അവിടെ ഒരു ചെറിയ ഇലക്ട്രോ മാഗ്നറ്റിക് വർക്ക് നടന്നിട്ടുണ്ട് ആ കസേരയിൽ. മനസ്സിലായി? വേറൊരു വ്യക്തി അവിടെ ചെന്നിരിക്കുമ്പോൾ കുറച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇവിടെ ഇതിനെന്തോ വ്യത്യാസം ഉണ്ടല്ലോ ഈ കസേരയ്ക്കെന്ന് പറയും. അത് നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് നമുക്കറിയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിവുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കാർവാറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി സെൻസ് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കൃഷിസ്ഥലത്ത് പാമ്പ് കൊത്തി കടിയേറ്റ് മരിച്ച ഒരാൾ, ആ ആൾക്ക് വേണ്ടിയിട്ട് അവിടെ വിളക്ക് കൊളുത്തുന്നുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആ എനർജി സെൻസ് ആകുന്നു. നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴും എനർജി സെൻസ് ആകുന്നു. അതുപോലെ കാർവാറിൽ ടണൽ വന്നിട്ടുണ്ട്. ഈ പാത പോകുന്നുണ്ടല്ലോ, നമ്മുടെ ഈ പാതയിൽ അവിടെ ടണൽ വന്നിട്ടുണ്ട്. കാർവാർ എത്തുന്നതിന് മുമ്പ് ബിനക കഴിഞ്ഞിട്ട് 2 ടണലുകളാണ്. അപ്പോൾ ഈ ടണലുകൾ അവർ പൊട്ടിക്കാൻ നോക്കിയാൽ പൊട്ടുന്നില്ല. അപ്പോൾ ചിലർ പോയിട്ട് ജ്യോതിഷനെ കണ്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ പീറെന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. പീറെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആറുകോല ചാത്തൻ മാടൻ എന്ന്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് കൊണ്ടുപോയിട്ട് അവരുടെ ഇത് വെച്ചിട്ട് വെറ്റില, പാക്ക്, പഴം അതൊക്കെ കൊണ്ടുപോയി വെക്കണം. മനസ്സിലായി? അത് അവിടെ ഒരു മലയടിവാരമാണ്. അവിടെ കൊണ്ടുപോയി വെച്ച് വന്നിട്ട് നിങ്ങൾ പാറ പൊട്ടിച്ചോ ശരിയാവും എന്ന് പറഞ്ഞാൽ അവരവിടെ കൊണ്ടുപോയി വെച്ച് പാറ പൊട്ടി മുന്നോട്ട് പോയി. കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് പറയാം. പാറ പൊട്ടിക്കുന്ന ആളുടെ മനസ്സിലെ തോന്നലുകളായിരിക്കുന്നു. പക്ഷേ എഞ്ചിന് ആ എക്യുപ്മെൻറ്റിന് തോന്നലില്ലല്ലോ, അല്ലേ? ആ എക്യുപ്മെൻറ്റ് ഒരു എന്താണ് അതിൻ്റെ ഡ്രില്ലിങ് മെഷീനിൽ ഇതില്ലല്ലോ. എന്തുകൊണ്ട് ആദ്യം പൊട്ടിച്ചപ്പോൾ പൊട്ടാത്ത രണ്ടാമത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊട്ടിക്കുമ്പോൾ ആ പാറ എന്തുകൊണ്ട് പൊട്ടുന്നു? അവിടെ എന്തോ ഒരു പ്രതിഭാസമില്ലേ, എന്തോ ഒരു എനർജി ഉണ്ട്. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ദേവതയെന്ന് പറയുന്നു, മാടെന്ന് പറയുന്നു, ഇതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോ, താങ്കൾ ഒരു കടലാസ് ഇങ്ങനെ പിടിക്കുകയാണ്, ഞാൻ ശക്തമായിട്ട് എൻ്റെ കൈ ഇങ്ങനെ വീശുകയാണ്. താങ്കൾ കടലാസ് പിടിച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു 12 ഇഞ്ച് ഇപ്പുറത്ത് കൂടിയാണ് ഞാൻ കൈ വീശിയതെങ്കിലും ഒരു പക്ഷേ ആ കടലാസ് കയ്യിൽ നിന്ന് തെറിച്ചും പോവാം, ഇല്ലെങ്കിൽ ഒന്ന് ആടാം. ഞാൻ താങ്കളെ ടച്ച് ചെയ്തിട്ടില്ല, അല്ലേ? പക്ഷേ അത് ആടുമ്പോൾ അത് അവിടെ ഒരു എനർജി പ്രതിഭാസം നടക്കുന്നുണ്ട്. ഇത് ഈ കടലാസ് എന്നുള്ളിടത്ത് വേറെ ഒരു കമ്പാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു ചെറിയ കമ്പ് ഇങ്ങനെ താങ്ങി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ കമ്പ് തെറിച്ച് പോകൂലേ? ഈ കാറ്റത്ത് താങ്കളുടെ കയ്യിലിരുന്ന കടലാസ് ഇങ്ങനെ അനങ്ങിയ പോലെ ഈ കമ്പിൽ കൈ കൊണ്ടില്ലെങ്കിൽ തന്നെ ആ കമ്പ് തെറിച്ചു പോകൂലേ? ഇത് ചിലപ്പോഴല്ല, പോകാൻ ചാൻസ് ഉണ്ട്. അതിനെന്ത് ബലം ഉണ്ടെന്നുള്ളതനുസരിച്ച് ഇത് തന്നെയാണ് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ പശുവിന് ഇതിന് ആ എനർജിയുടെ ഇത് വരുന്നത്. ഇപ്പൊ മിന്നൽ വരുമ്പോഴത്തേക്കും തെറിച്ചു പോകുന്നില്ലേ മനുഷ്യൻ? മിന്നലടിച്ചിട്ടാണെന്ന് പറയും, അതൊരു എനർജി അല്ലേ? എന്താണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് ഇടിയും മിന്നലും ഇന്ധനാണ് ഉണ്ടാക്കണേന്ന്.
അല്ലേ? ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ ഇടിമന്നലോ ഉണ്ടാക്കിയിട്ട് ഗോവർദ്ധന അവിടെ ഉണ്ടായിരുന്ന ഗോവർദ്ധന പർവ്വതത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരെ കഷ്ടപ്പെടുത്തിയപ്പോഴത്തേക്കും കൃഷ്ണൻ ഒരു വിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തി എല്ലാവരെയും അതിൻ്റെ താഴത്ത് കൊണ്ടുവന്ന് നിർത്തി സുരക്ഷിതമാക്കിയെന്ന് ഭാഗവതം പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അതൊരു എനർജി സോഴ്സാണ്. അത് ഇന്ത്യൻ്റെ എനർജിയാണെന്ന് പറയുന്നു. നാച്ചുറൽ കലാമിറ്റീസ് വരുന്നത് അതൊരു എനർജിയാണ്. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അനുഭവിക്കാത്തവർക്ക് അതൊരു മിത്താണ്. അതാണ് സത്യം.